ചിലപ്പോൾ കാണാം ഞാനാ കൊന്നത് എന്ന് പറഞ്ഞ് വന്നാലും, ഞാൻ കൊന്നു എന്ന് പറഞ്ഞ് വന്നാലും കോടതി കാണാൻ ഒരു റിമാൻഡ് കഴിഞ്ഞാൽ കാണാൻ പിന്നെ ജാമ്യം എടുക്കണം. എന്തിനാ ആവശ്യം? അപ്പോൾ സമ്മതിച്ച ആളല്ലേ, വീണ്ടും തെറ്റ് ചെയ്യാണ്. അങ്ങനെ എന്തിനൊക്കെ ഒരു ചെറിയ ചെറിയ മാറ്റമൊക്കെ ഒരു വരുത്തണം. ജാമ്യമാണ് ഓരോ പ്രതികളുടെ പേരിലും 3-4 കേസാണ്. ഒരു റേപ്പിന് പിടിച്ചാൽ കാണാമോ ഓൻ്റെ പേരിൽ മുമ്പത്തെ കുറേ റേപ്പ് ഉണ്ടാവല്ലോ. ഒരു കൊലപാതകം ചെയ്താൽ ഓൻ്റെ പേരിൽ മുമ്പത്തെ കുറേ കേസിൽ പ്രതിയാണ്. ഇത്രയും ആളുകൾ കുറവാണ്, അല്ല അധികമൊന്നുമില്ല സമൂഹത്തിൽ. പക്ഷെ അവരെന്നെ വീണ്ടും വീണ്ടും ചെയ്യാണ് ഈ ക്രിമിനൽ. അവർക്കിത് മനസ്സിലായി, നിയമമൊക്കെ അവർക്ക് അനുകൂലമാണ്. എന്ത് നിയമം? പോലീസുകാർക്കൊരു ഭയമല്ലേ, കുറേ ഗുണ്ടകളൊക്കെ കാട്ടണല്ലേ ആൾ. അപ്പോൾ നിയമത്തിന് പുല്ല് വിലയാണ്. അവരടിക്കാൻ പാടില്ല. അവരെങ്ങാനും അടിച്ച് സ്റ്റേഷനിൽ മർദ്ദിച്ചാൽ ഉടൻ തന്നെ പോലീസുകാർ വരില്ല, രാഷ്ട്രീയ പാർട്ടിക്കാർ വരും, ഒരു ലാശെടുക്കും. ഗുണ്ടകളൊക്കെ തൊഴേണ്ട സ്ഥിതിയൊക്കെ ഉണ്ട്. അങ്ങനെ ചങ്ങായി ചെന്നെ വിട്ടേവാക്കാനാണ് എൻ്റെ ജോലി പോകുന്നതാണ്. ഏതായാലും ആ വീട്ടിൻ്റെ ആ ഫോട്ടോ കണ്ടിട്ടോ, കൊല്ലപ്പെട്ട സുധാകരൻ്റെ മൃതദേഹം പൊതുസ്വത്തിന് വെച്ചപ്പോൾ കുട്ടിക്കരയുന്ന മകൾ അഖില. ഇനിയിപ്പോൾ മകളെ ബാക്കിയുള്ളത് എല്ലാവരും കൊണ്ടു. എനിക്കെപ്പോഴും സംശയമാണ്, ചെന്താമര എങ്ങനെയൊക്കെ കൊന്നു എന്നതിലൊക്കെ റെഡിയാണ്. ആ ചെന്താമരതൊക്കെ സമ്മതിച്ചതാണ്. പക്ഷേ കോടതിയാണ് വിരിക്കണ്ടേ. അപ്പോൾ ചെന്താമര അപ്പോൾ ചെന്താമര വേറെ വക്കീലിനെ കാണും. ചെന്താമരനെ വിടാൻ വേണ്ടി വാദിക്കാനുണ്ട് വക്കീലേ. അതാണ് ചെന്താമരനെ വിടണം. ഇപ്പം എന്താ സ്റ്റേഷനിൽ ഒന്ന് കണ്ട് നേരെ ചോദിച്ചെന്താ, ചോറ് വേണം, ബിരിയാണി വേണം, ഭക്ഷണം വേണം. അപ്പം ഇന്ന് രാവിലെ വാർത്തയിൽ പറയാണ്, ഇവർ വാർത്ത വായിക്കുകയാണ്, ചെന്താമര ഒരു ഭക്ഷണപ്രേമിയാണ്. അങ്ങനെ തന്നെ ഇനി അവൻ അങ്ങനത്തെ സ്വഭാവം ഫുള്ള് കോട്ടും, ചിരിച്ചുക, കൂടുതൽ സംസാരിക്കുക. അപ്പോൾ ഇപ്പോൾ പറയും ഓനൊന്നും മാനസികമുണ്ടോ, സംശയമുണ്ട്. ഇത് പോലീസുകാരുടെ മുന്നിലും ജനങ്ങളിലും ഒന്നിങ്ങനെ അഭിനയിച്ചാൽ മതിയേ. അങ്ങനെ റിപ്പോർട്ട് വന്നു, ഇദ്ദേഹത്തിന് ഒരു മാനസിക അസ്വസ്ഥ ഉണ്ട്, മാനസിക രോഗിയാണ്. 3 പേരെ കൊന്നോനെ മാനസികമുണ്ട്, അതുകൊണ്ട് ശിക്ഷ കൊടുക്കണം തന്നെ ബാധിക്കും. ആര്? വക്കീൽ, ചെന്താമരൻ്റെ വക്കീൽ. അപ്പം അവിടെ തൂക്കുകയറില്ല, കൊല്ലാനൊന്നും പറയില്ല. ഇപ്പം 3 പേരെ കൊന്ന, ഞാൻ എഴുതി വെച്ചോളൂ 3 പേരെ കൊന്ന ഈ ചെന്താമരയ്ക്ക് വധശിച്ചുണ്ടാവില്ല. അതേസമയം ഇപ്പം ഇന്നാളെ ഇവിടെ പേരെന്താണ്, രേഷ്മ, അവളെ തൂക്കി കൊല്ലാൻ വെച്ചില്ല. അവളെ വിഷം കൊടുത്തിട്ട് കാമുകനെ കൊന്ന വിഷയം. ഇവിടെ ഫാമിലി 3 പേരെ കൊന്നു. ഈ 3 പേരെ കൊന്നേ വധശിച്ച ഏൽപ്പുണ്ടായിക്കൊള്ളുന്നില്ല, ഇരിക്കൂല കോടതി. അപ്പോൾ ഇത് വേറെ ന്യായം ഉണ്ടാവും. കാരണം കുറച്ച് മാനസിക സംശയമുണ്ട്. മാനസിക ലോനാണ് ആദ്യം കൊല്ലുണ്ട്, കാരണം ഇനിയും കൊല്ലും. മാനസികല്ലേ. ഒരാളെ വിഷം കൊടുത്ത് കൊന്നതിനാണ് രേഷ്മനെ അസൂചിച്ചത്. അല്ലേ, ഒരാളെ കൊന്നതിനാണ് രേഷ്മനെ വധിച്ച്. ഇവിടെ 3 ആളെ കൊന്ന് ഈ ചെന്താമരക്ക് വധിച്ച് കിട്ടുമെന്ന് നമ്മൾ നോക്കുക. എഴുതി വെച്ചോളൂ, വധിച്ച വിധിക്കൂല കോടതി. രേഷ്മനെ തൂക്കേറ് കൊടുത്തതിന് എനിക്ക് അഭിപ്രായമല്ല. കാരണം രേഷ്മ കൊല്ലാൻ പാടില്ല. തൂക്കിക്കൊല്ലാന്ന് പറഞ്ഞാൽ രക്ഷപ്പെടലാണ്. എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്തു? രേഷ്മനെ കൊല്ലുന്ന ദിവസം തന്നെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യും. അത് രക്ഷപ്പെടലാണ്. അവിടെ പിന്നാലെ നമ്മളെല്ലാവരും പോവുകയും ചെയ്യും. അവൾ ശിക്ഷ അനുഭവിക്കണം. അതല്ലെങ്കിൽ പറയണം, കഠിന തടവ് 20 വർഷം, ശേഷം തൂക്കിക്കൊല്ലൽ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊന്ന് നോക്കുക, എഴുതി വെച്ചോ, ഇത് തൂക്ക് കയറേണ്ടവല്ല, ഇത് മാനസികമായിട്ട് കേസ് മാറും.